ഹലോ ഹായ്. അപ്പോൾ ലൈവിൽ എന്തൊക്കെയാണെന്ന് അറിയേണ്ടേ? നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നടന്നത് പണിപ്പുര ടാസ്ക്കാണ്. പണിപ്പുര ടാസ്ക് 2 പാർട്ടായിട്ടാണ് നടത്തിയത്. ആ ടാസ്കിൽ ഡിബേറ്റ് ആയിരുന്നു. ജഡ്ജസ് 4 പേരായിരുന്നു. ആര്യൻ, അനീഷ്, അതുപോലെ തന്നെ ജിസൈൽ, ആദില. ഈ 4 പേരായിരുന്നു ജഡ്ജസ്. ബാക്കി 2 പേരെയും 2 പാർട്ടായിട്ട് തിരിച്ച് 2 ടീമിനെയും അതിൽ നിന്ന് ഓരോരുത്തരും ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. എന്തായാലും എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ചെയ്തു എന്ന് പറയാം. എന്നാലും വിഷയത്തിൽ നിന്ന് മാറിയ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണു, അതുപോലെ തന്നെ ബിന്നി, അവർ രണ്ടുപേരുമാണ് വന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. പിന്നെ ശരത്ത്, ഷാനവാസ്, ഇവരൊക്കെ വിഷയത്തിൽ നിന്ന് മാറി സംസാരിച്ച ആൾക്കാരാണ്. കാരണം കൊടുക്കുന്ന വിഷയം പൊതുവായിട്ടുള്ള കാര്യമാണ് പറയേണ്ടത്. ഇവരെല്ലാം വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കുന്ന, ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തോ അത് അത്രയും ഒരു നല്ല ഫെയർ ആയിട്ട് തോന്നിയില്ല. കാരണം ഡിബേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. ഇവരുടെ ഹ്യൂമാനിറ്റി, ഈ ബിഗ് ബോസ് സീസൺ 7 നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹ്യൂമാനിറ്റി എന്ന വേർഡാണ്. ഹ്യൂമാനിറ്റി, ഹേർട്ട് ചെയ്യുക. ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ, പിന്നെ കണ്ടൻറ് ഇടാൻ വേണ്ടി കണ്ടൻറ് കൊടുക്കുന്നു. ഇതൊക്കെ എന്താണ് കണ്ടൻറ് എന്നൊക്കെ ഉള്ളൊരു വാക്കൊക്കെ ഭയങ്കരമായിട്ട് അവർ ആ ഹൗസിനുള്ളിൽ പല ആൾക്കാരും പ്രയോഗിക്കുന്നത് കേട്ടു. കൂടുതലും റെന, അക്ബർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഈ കണ്ടൻറ് എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നു. ഇതൊരു ഹൗസ് ആണെന്ന് ചിന്തിക്കാതെ, എന്ന് പറഞ്ഞാൽ പല വ്യത്യസ്തമായ തരത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് ചേർത്ത് അവരുടെ എല്ലാ ഇമോഷൻസും പ്രകടമാകുന്ന രീതിയിൽ കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ ചോദിക്കും ഇങ്ങനൊരു വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ എന്ന്. പക്ഷേ അതൊരു റിയാലിറ്റി ഷോയാണെന്ന് കൂടി മനസ്സിലാക്കണം. അതിന് കണ്ടൻറ് എന്നുള്ള പദങ്ങൾ തന്നെ പല പ്രാവശ്യമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ രേണു, സുധിയും ബിന്നിയുമായിരുന്നു അവരുടെ ആ ഒരു ഇത്. പിന്നെ അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വ്യക്തി ശുചിത്വം സാഹചര്യത്തിനനുസരിച്ചാണ് എന്നുള്ള കാര്യം രേണു, സുധിയും. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം സാഹചര്യത്തിനനുസരിച്ചല്ല, വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് അവനവൻ്റെ കാര്യമാണ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ബിന്നിയും പറയണമായിരുന്നു. അതുപോലെ തന്നെ രന, ഫാത്തിമയും പിന്നെ അനിമോളും, അങ്ങനെ വളരെ ഷാനവാസും ശരത്തും, അങ്ങനെ നമുക്കൊരു എന്താ പറയുന്നത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ആൾക്കാരും കൂടി അങ്ങനെ വന്നു. കാരണം ബിഗ് ബോസ് അറിഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രേണു, സുധിയും ബിന്നിയും തമ്മിലുള്ള, ബിന്നി ആദ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ബിന്നി പറഞ്ഞു വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് ഒരിക്കലും സാഹചര്യത്തിനെ ആശ്രയിച്ചല്ല. നമ്മൾ ബെഡ്, ഒപ്പം ചേച്ചിയാണെങ്കിൽ, അവരാണെങ്കിൽ രേണു, സുധിയാണെങ്കിൽ ബെഡ് കിടന്നു കഴിഞ്ഞാൽ ബെഡ് മടക്കി വെക്കത്തില്ല. അതുപോലെ തന്നെ മുടി അഴിച്ചിട്ട് കിച്ചണിലെല്ലാം കയറും, മുടി കെട്ടിവെക്കില്ല. അതുപോലെ തന്നെ ഒരു കണ്ണ് വരയ്ക്കുന്നതിനും മുഖം മിനുക്കുന്നതിനും സമയം കൂടുതൽ ചിലവഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇന്നലത്തെ കാര്യത്തിന് ശേഷം പോലും വ്യക്തി ശുചിത്വം പാലിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നുകൂടി ബിന്നി എടുത്തു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം സാഹചര്യത്തെ ബാധിക്കുന്നതല്ല. നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ്. നമുക്കെല്ലാം ഒരേ തരത്തിലുള്ള ഷാമ്പുവും ഇതാണ് തരുന്നത്. നമുക്കെല്ലാം മോയ്സ്ചറൈസർ തരുന്നുണ്ട്. എന്നിട്ടും മോയ്സ്ചറൈസറൊന്നും തേക്കാതെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്, അതെനിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തി ശുചിത്വം പാലിക്കാത്ത ഒരാളായിട്ടാണ് രേണുവിനെ തോന്നിയത് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ബിന്നി പറയേണ്ടത് പൊതുവായിട്ട് ഒരു വ്യക്തിയെ കീറിമുറിച്ചുകൊണ്ടല്ല. നമ്മൾ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഡിബേറ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഡിബേറ്റിനൊക്കെ പോയിട്ടുള്ളതും കോളേജ് കാലഘട്ടത്തിൽ ഡിബേറ്റിലൊക്കെ കോമ്പറ്റീഷന് പോകുന്ന ആളുമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു കാര്യം, ഒരു ടോപ്പിക്ക് തരുമ്പോൾ ആ ടോപ്പിക്കിനെ പൊതുവായിട്ടാണ് പറയേണ്ടത്. അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലായിട്ട് പറയരുത്. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേണു, സുധി പേഴ്സണലായിട്ട് പറയാൻ തുടങ്ങി. ആരാണ് ഇന്നലെ അനിമോള് പറഞ്ഞതിനെ പേഴ്സണലായിട്ട് എടുത്തിട്ട് പേൻ ജാഥ പോലെ താഴോട്ട് നെറ്റി കൂടെ ഇറങ്ങിയിരിക്കുന്നെന്നും, പിന്നെ അതിനൊക്കെ മുടി വെച്ച് കൊടുത്തവരെ കുറേ കുറ്റം പറയുകയും, എനിക്ക് വലിയ കോമ്പായിരുന്നു വേണ്ടത്, കുഞ്ഞു കോമ്പാണ് തന്നതെന്നും. അതൊക്കെ ബിഗ് ബോസിനോട് പറയണ്ടേ? നമുക്ക് ഒരു പ്രാവശ്യമല്ല, നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ബിഗ് ബോസിനോട് പറയാം എനിക്ക് വലിയ കോമ്പാണ് വേണ്ടത്, എൻ്റെ വലിയ കോമ്പ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ചീകാൻ പറ്റൂ തലമുടി, അത് ഞാൻ തലമുടി ചീകിയില്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റിനെ അത് ബാധിക്കും എന്നൊക്കെ അതങ്ങോട്ട് പറയണം. അത് പറയാൻ എന്താ പറ്റാത്ത? അല്ലാണ്ട് ഈ ക്യാമറയിൽ നോക്കി സുധിച്ചേട്ടാന്ന് ചുമ്മാ വിളിച്ച് അതാണ് കണ്ടന്റ് എന്ന് വിചാരിച്ച് നടക്കാനാവുമല്ലോ? ഈ സ്വന്തം പേഴ്സണൽ ഹൈജീൻ്റെ കാര്യങ്ങൾ ബിഗ് ബോസിനോട് പറഞ്ഞാൽ ബിഗ് ബോസ് കേൾക്കൂലേ? മരുന്ന് വേണമെങ്കിൽ ബിഗ് ബോസിനോട് പറയാം. നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ചെന്ന് പറയണം. അല്ലാതെ പിന്നെ സുധിച്ചേട്ടാന്ന് വിളിക്കുന്ന അതിൻ്റെ പകുതി സമയം മതിയല്ല. ബിന്നി പറഞ്ഞ മുഖം മിനുക്കുന്ന സമയം മതി. അപ്പോൾ അത് അനിമോളെ ആണ് പറഞ്ഞത്, ഇന്നലെ പറഞ്ഞതിന്. അതല്ല പറയേണ്ടത്. ഇപ്പോൾ വ്യക്തി ശുചിത്വം സാഹചര്യത്തിനനുസരിച്ച് എന്ന് പറയുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഏതെങ്കിലും
ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ സാധാരണ വീട്ടിൽ കുളിക്കുന്ന പോലെ കുളിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അതൊരു പോയിൻ്റ് ആയേനെ. ചുമ്മാ വായി തോന്നുന്നു, ചുമ്മാ കിടന്നങ്ങ് ചുറ്റാന്ന് പറഞ്ഞങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും ജഡ്ജസ് ഒരു ഭയങ്കര സെൻറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എന്തായാലും രേണു ഇന്നലെ ഈ ഒരു പ്രശ്നം വന്നൊരു പ്രശ്നമായതല്ലേ, അതുകൊണ്ട് തന്നെ രേണു സുധിക്ക് തന്നെ ഈ രണ്ടുപേരുടെയും പോയിൻറ്റ്സുകൾ റെലവൻ്റ് ആയിരുന്നില്ല. രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ടാണ് പറഞ്ഞത്, അതൊരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രേണുവിന് പോയിൻ്റ് എടുത്തു 150. പിന്നെ എനിക്ക് അടുത്തത് അനുമോള് രന ഫാത്തിമയും കൂടിയാണ് കേട്ടോ. അനുമോള് രന ഫാത്തിമയും കൂടി അനുമോളടുത്ത് ചോദിച്ചത് നമ്മുടെ പ്രായവും നമ്മുടെ എക്സ്പീരിയൻസും, എന്നാൽ വയസ്സും എക്സ്പീരിയൻസും തമ്മിൽ അതിനകത്ത് ഏതാണ് അങ്ങനെ പ്രയോറിറ്റി, ഞാൻ അതിനെ സാഹചര്യത്തിനെ ബാധിക്കുന്നുണ്ടോ, പ്രായവും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും തമ്മിൽ എന്തെങ്കിലും ആ ഒരു റിലേഷനെ കുറിച്ച് പറയാൻ പറഞ്ഞു. എന്തായാലും അനുമോൾ ഒരുപാട് സംസാരിച്ചില്ല, കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അനുമോൾ അല്ലാത്തപ്പോഴൊക്കെ പടപടാന്ന് സംസാരിക്കുന്നത്. അനുമോൾ കുറച്ച് സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു, കാരണം ഒരു ടോപ്പിക്ക് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ. ഞാൻ എപ്പോഴും ലാലേട്ടൻ്റെ അവിടെയും സംസാരിക്കുമ്പോൾ നീ പറയുന്ന അപ്പുറത്ത് ഉള്ളവരോട് പറയുന്നത് അതല്ല, അല്ലാത്തപ്പോൾ ഇരുന്ന് ഭയങ്കര ഘോരം പറയുന്നേക്കാം. പക്ഷേ അതൊന്ന് അനുമോളൊന്ന് വിട്ടുപിടിക്കണം, കാരണം അനുമോൾ ഏറ്റവും പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്, കപ്പെടുക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോൾ അത് സംസാരത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കിയാൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അനുമോൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ആ ഒരു വൃത്തിയുടെ കാര്യത്തിലായാലും എല്ലാം നല്ലതാണ്. പക്ഷേ കുറച്ച് ഡൗൺ ബോത്താണ്. പക്ഷേ ഇതേ കണക്കുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എല്ലാവരുടെയും മുന്നിൽ സംസാരിക്കാൻ വരുമ്പോൾ എന്തോ സംസാരിക്കുന്നില്ല. പക്ഷേ ഒരുമിച്ച് കൂടിയിരുന്ന് മാറി ഇന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കാൻ അറിയാം, എന്തോ ഒരു ചെറിയ ഉള്ളിലൊരു സ്റ്റേജ് ഫിയർ ഉള്ളതുപോലെയാണ്. ഇന്ന് ഇത്രയും വർഷം സ്റ്റേജ് ഷോസൊക്കെ ചെയ്ത ഒരു വ്യക്തിക്ക് അങ്ങനെ വരുമോ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. എന്തായാലും റെന ഫാത്തിമ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇത്തിരി സംസാരിച്ച് നിർത്തി. അത് എല്ലാവരെയും എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ് പഠിപ്പിച്ചത്, ചേട്ടാ എന്നൊക്കെ വിളിക്കാൻ. അങ്ങനെയല്ല, അതല്ല പറയേണ്ടത്. നമ്മളിപ്പം ഏജും വയസ്സും നമ്മുടെ എക്സ്പീരിയൻസും എക്സ്പീരിയൻസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ചിലപ്പോൾ ഏജ് കൂടിയ ആൾക്കാർക്ക് ഏജ് കുറഞ്ഞ ആൾക്കാരൊന്നും പലതും പഠിക്കാനുണ്ടാവും. പക്ഷേ എന്നാലും ഏജ് കൂടിയവർക്കാണ് ജീവിത അനുഭവങ്ങൾ ഉണ്ടാവുക. 18 വയസ്സിൻ്റെ ഒരു കുട്ടിയുടെ ജീവിതാനുഭവങ്ങളായിരിക്കത്തില്ല 30 വയസ്സുള്ള ഒരു ആളുടെ ജീവിതാനുഭവം. അപ്പോൾ അതിനെ കൃത്യമായിട്ട് അങ്ങോട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു. തിരിച്ച് അത് വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞു കേട്ടോ. കാരണം റെനെ സംസാരത്തിന് ഭയങ്കര ചൊറിയാണല്ലോ ഇങ്ങനെ. അപ്പോൾ അത് കൃത്യമായിട്ട് ആ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ആദ്യം പറയുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതായിരിക്കും നമ്മുടെ അനു പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് റെനയ്ക്ക് കുറച്ചും കൂടി കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരെയും ചെയ്തു. അങ്ങനെ എന്തായാലും കിട്ടിയ ആൾക്കാരിൽ നിന്ന് 7 പേരായിരുന്നു, അവർ 7 പേരാണ് ജയിച്ചത്. 7 പേരിൽ നിന്ന് ഒരാൾ പണിപ്പുര ടാസ്കിൽ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എല്ലാവർക്കും പണിപ്പുരയിൽ പോകണം. പിന്നെ എന്തായാലും അവസാനം വോട്ടിടാന്ന് പറഞ്ഞു. അപ്പോൾ വോട്ടിടാൻ വായിച്ചപ്പോൾ അഭിലാഷ് പറഞ്ഞു അത് പറ്റില്ല, അത് ഭയങ്കര ഗ്രൂപ്പിസം വരുമെന്ന്. അപ്പോൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അക്ബർ, ഒനിയൽ, റെന, രേണു, പിന്നെ അതുപോലെ തന്നെ സരിക, ഇത്രയും പേരായിരുന്നു 7 പേര്. സരിക ഇത്രയും പേരായിരുന്നു ജയിച്ചിരുന്നത്. അപ്പം ശരത്ത് ഉണ്ടായിരുന്നോ? ശരത്ത് ഷാനവാസ് തോറ്റു. ശരത്ത്. അപ്പോൾ ഇത്രയും പേരായിരുന്നപ്പോൾ 7 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും അവസാനം എല്ലാവരോടും സെലക്ട് ചെയ്ത് ഒനിയലിനെ സെലക്ട് ചെയ്ത് പണിപ്പുരയിൽ പോകാൻ. എന്തായാലും ഇപ്പോഴേ പോകണമായിരിക്കും നല്ലത്, കാരണം ഒനിയലൊന്നും അവസാനം വരെ നിൽക്കില്ലല്ലോ. ഈ ഔട്ടാവുന്നതിന് മുമ്പേ പണിപ്പുരയിൽ പോകാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ പോട്ടെ. നമ്മുടെ മുൻഷി രഞ്ജിത്തിന് പണിപ്പുരയിലൊന്ന് കയറാനുള്ള അവസരം പോലും കിട്ടിയില്ല, ബെഞ്ചിൽ പോയോ എന്തോ. അപ്പോൾ എന്തായാലും പണിപ്പുരയിൽ ഒനിയലിന് കയറാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ പോകാൻ സാധ്യതയുള്ള ആൾക്കാർ എല്ലാവരും ആദ്യം പണിപ്പുരയിൽ വിടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവർക്ക് അറിയില്ലല്ലോ ആരൊക്കെ പോകുന്നു. ഇവരൊക്കെ വിചാരിക്കുന്നത് ഇപ്പോൾ ശരത്ത് അവിടെ എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ടോപ്പ് 5 വരുമെന്ന് 100% ഉറപ്പാണ്, കപ്പ് കിട്ടുമെന്നറിയില്ല, ടോപ്പ് 5 വരുമെന്ന് ഉറപ്പാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരല്ല വരുന്നത് എന്നുള്ള കാര്യം അവർ വിചാരിക്കുന്ന അവരായിരിക്കും ഏറ്റവും ടോപ്പും. ഇപ്പോൾ റെന ഫാത്തിമ വിചാരിക്കുന്ന റെന ഫാത്തിമയാണെന്ന്. ഇപ്പോൾ എന്തായാലും ലൈവിൽ അനുമോളും റെന ഫാത്തിമയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് അങ്ങനെ പറഞ്ഞത്, നീ എന്നെ ചപ്പാത്തി കള്ളിന്ന് വിളിച്ചില്ലേ. നമ്മളെപ്പോഴും അനിയത്തിയെ പോലെ ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്.
ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ അനുമോളും റെനയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാൻ എൻ്റെ പ്രായത്തിന് മൂത്തവരെ ഞാൻ അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്താണ് സംസാരിച്ചത്. ഞാൻ വഴക്കിട്ടാലും ഞാൻ അവരെ ചേട്ടാ എന്ന് വിളിച്ച് സംബോധന ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ എടോ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ അതെനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നാൽ മാത്രം, അല്ലാണ്ട് ഞാൻ ആരെയും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കത്തില്ല. നീ അനുമോളെന്ന് എന്താ വിളിക്കുന്നത്, എന്തോ എടിയെന്നോ ബോഡിയെന്നോ കള്ളിയെന്നോ അങ്ങനെ വിളിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ അനുമോളും റെനയും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ആദില നൂറ് വന്നു. എന്തായാലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാസ്ക് ആയിരുന്നു. എന്നാലും ഇവർക്കൊന്നും കറക്റ്റായിട്ട് എന്താണ് ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇവരുടെ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെല്ലാം തമ്മിൽ മാക്സിമം പറയണം. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പില്ല, ഹ്യൂമാനിറ്റി ഇല്ല, ഒരു എന്താ പിന്നെ ഒരു ഹേർട്ടില്ല, ഒന്നുമില്ല. നമ്മൾ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തിക്ക് എന്തൊക്കെ എനിക്ക് നിലപാടുകളുണ്ട്, ഒരു കാര്യം നമുക്കൊരു ടോപ്പിക്ക് കിട്ടുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ നിലപാടുകളാണ്, ഞാൻ എന്തൊക്കെയാണ്, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണ്, ഇതൊക്കെ പറയുക. അല്ലാണ്ട് മറ്റുള്ളവർക്ക് ഹേർട്ടാവുന്നതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെയിമിൽ പോകരുതായിരുന്നു. BB എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇവരൊന്നും BB മെറ്റീരിയൽസ് ആണെന്ന് എനിക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ BBയുടെ ഒരു മെറ്റീരിയൽസ് ആയിട്ട് BB ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന 3/4 ആൾക്കാരും ബിഗ് ബോസിന് യാതൊരു തരത്തിലും യോജിച്ച ആൾക്കാരില്ല. പിന്നീട് ശുചിത്വത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ പേനും ഒക്കെ വളർത്തി ഇത്രമാത്രം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ എന്നിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് പോകണമെന്ന് 1 മാസം മുമ്പേ മുടി വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ എന്നെ രഹസ്യമായിട്ട് ഇരുത്തി പറയണമായിരുന്നു. ഇത് രഹസ്യമായിട്ട് BBയിൽ എവിടെയാണ് രഹസ്യമായിട്ട് ബാത്റൂമിൽ അകത്ത് കയറ്റിയിട്ട് പറയണമായിരുന്നെന്നാണോ ഉദ്ദേശിക്കുന്നത്? എവിടെ ഇരുന്ന് പറഞ്ഞാലും ഇത് 70-72 ക്യാമറ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നാട്ടുകാർ കാണുമല്ലേ, അത് 24/7 ലൈവ് കാണുന്ന ആൾക്കാരാണ് റിവ്യൂ പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കാണ് 11:30-12 മണി വരെ ലൈവ് കണ്ടിട്ട് ബാക്കി രാവിലെ 4:30 മണിക്ക് വീണ്ടും ഇത് വെച്ച് ലൈവ് നോക്കുവാണ്. മനസ്സിലായി? അത് ഞാനൊക്കെ ആണെങ്കിൽ സാധാരണ ലൈവ് പറയാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ലൈവൊക്കെ കറക്റ്റായി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ലൈവ് പറഞ്ഞ് ഒരുപാട് ബിഗ് ബോസിൻ്റെ ഈ ലൈവ് എന്താ പറയുക റിവ്യൂ കൊണ്ട് മാത്രം യൂട്യൂബ് നടത്തിക്കൊണ്ട് പോയി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, യൂട്യൂബേഴ്സ്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 24 hours എനിക്ക് ഉറങ്ങുന്ന പോലും ഉണ്ടാവില്ല. അവരങ്ങനെ ഇരുന്ന് വളരെ ബുദ്ധിമുട്ടി ആ ലൈവ് കണ്ടിട്ടാണ് അവർ റിവ്യൂ പറയുന്നത്. ഞാനൊക്കെ 3-4 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടാണ് ലൈവ്. കാരണം നമുക്ക് അത്ര അപ്ഡേറ്റ്സ് നമ്മൾ ആവശ്യത്തിന് മാത്രം ജനങ്ങൾക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് മാത്രമാണ് പറയുന്നത്. നമ്മൾ തലനാരിഴ കീറി അപ്ഡേറ്റ്സ് പറയുന്നില്ലല്ലോ. എന്നാൽ ആവശ്യത്തിന് മാക്സിമം ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ അപ്ഡേറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈ രേണു ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അനുമോള് രഹസ്യമായിട്ട് പറഞ്ഞു ജാഥ പോലെ പേൻ അരിച്ചിറങ്ങുന്നത് കണ്ടത് രഹസ്യമായിട്ട് പറയണമെന്ന്. അപ്പോൾ രഹസ്യം ഇതിവിടെ പരസ്യമായിട്ട് നടക്കുക എന്നുള്ള കാര്യം അറിയുന്നില്ല. എപ്പോഴും പേന എടുത്ത് തലേന്ന് എടുത്ത് വെച്ച് പൊട്ടിക്കുന്നത് കൊല്ലുന്നത് നമ്മൾ കാണുവാണ്. അപ്പോൾ അതെന്തോ രഹസ്യമായിട്ടാണോ ചെയ്യുന്നത്? രഹസ്യമായിട്ടാണ്. നല്ല സൂചിച്ചേട്ടാന്ന് വിളിച്ച് ക്യാമറയുടെ മുന്നിൽ വരുന്നത് മാത്രമേ ഉള്ളൂ പരസ്യം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. BBയെക്കുറിച്ച് ഒന്നും അറിയാതെ കളി എന്താണെന്നറിയാതെ ഇവരെയൊക്കെ എന്തിനാണോ കൊണ്ടുവന്നത്. കാരണം ഇവർ യൂട്യൂബർമാർ വഴി എന്നിട്ട് പറയുക ഞാൻ പണ്ടും ഇങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ട് കിടക്കും, അപ്പോൾ എന്നെ എല്ലാവരും ട്രോളാറുണ്ട്, ഞാനത് ആസ്വദിക്കാറുണ്ടെന്ന്. അപ്പം തല ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നതിനെ ട്രോളുമ്പോൾ സുധി ആസ്വദിക്കാറുണ്ട്. ഇപ്പോൾ ഈ ടാസ്കിൽ പറഞ്ഞതാണ്, ഞാനിവിടുന്ന് ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും ഇപ്പം അവരെല്ലാവരുടെ കൂട്ടം കൂടി ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. നമ്മുടെ അനുമോള്, സരിക, ബിന്നി, എന്താ പറയുക ആദില നൂറ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അക്ബറും കൂടി വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.